RP റെഡ് അലേർട്ടിലേക്ക് സ്വാഗതം. ചൂടുള്ള വാർത്തയുമായിട്ട് വരുന്നുണ്ട്. പോൾ ജോയ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം എംബായെ PSG പ്ലെയർ, ഫ്രാൻസിൽ ജനിച്ച സെനഗലീസ് പ്ലെയർ ആണ്. സോ അവനൊരു 40 ഇല്ലെങ്കിൽ $35 to $40 million നമ്മൾ സൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡീൽ ബാർക്കോള ഡീലുമായിട്ട് ബന്ധമില്ല എന്നും കൂടി കൂട്ടി വായിക്കാൻ ആണ് പോൾ ജോയ്സ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും അഗൈൻ ഇത് ആസ് ഓഫ് നൗ കൺഫേം ആയിട്ടില്ല. പക്ഷെ ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചോളം പോൾ ജോയ്സ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 90 to 95% കൺഫേംഡ് ആണ് എപ്പോഴും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PSG നിന്നൊരു ഡബിൾ സൈനിങ് നമ്മൾ ഉടനടി പ്രതീക്ഷിക്കുന്നതാണ്. ഇനി ഇബ്രാഹിം എംബായയിലേക്ക് 19 വയസ്സുള്ള 18 വയസ്സുള്ള പ്ലെയർ, ഈ നിക്കോളസ് അനേൽക്ക ജനിച്ച നാട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് വന്ന് 10ാം വയസ്സിലെങ്ങാനും PSG അക്കാഡമിയിൽ കയറി. ഇത്രയും കാലം PSG അക്കാഡമിയിൽ തന്നെ, അതായത് ഈ ഒരു സ്റ്റാർ സ്റ്റാർട്ടഡ് ലൈനപ്പ് ഉണ്ടായ സമയത്ത് പോലും PSG അക്കാഡമിയിൽ തന്നെ ലോണിന് പോലും വിടാണ്ട് അവിടെ തന്നെ വെച്ചു. അവർ ഫസ്റ്റ് ടീമിന്റെ കൂടെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ 2 സീസണായിട്ട് മിനിറ്റ്സ് കളിക്കുന്നുണ്ട്. അധികമൊന്നും ഇല്ലെങ്കിൽ ഒരു 1000-ഓളം മിനിറ്റ്സ് PSG വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ഒരു PSG ടീം, when they had Barcola, Due, ഡെംബലെ, ഗൊൻസാലോ റാമോസ്, കീ, ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ പോലും റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയറിനെ ഉപയോഗിക്കാൻ ലൂയിസ് എൻട്രിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ഹിസ് ക്വാളിറ്റി. സോ ആ ഒരു ക്വാളിറ്റി ആണ് നമ്മൾ ലിവർപൂളിന് സൈൻ ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ സമയത്ത്. അപ്പം ഈസ് ഹി ഗോയിങ് ടു ബി അവർ സ്റ്റാർട്ടർ? ആയിരിക്കില്ല. പക്ഷെ ആവാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. കാരണം നമ്മളിപ്പോഴും ലിവർപൂളിന് എന്തുകൊണ്ട് ലിവർപൂൾ എന്ന രീതിയിൽ, ലിവർപൂൾ എന്തുകൊണ്ട് ഇവനെ സൈൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറയോളയുടെ ഈ റീസെന്റ് പ്രസ് കോൺഫറൻസ് ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ സല എന്നുള്ള റൈറ്റ് വിങ്ങർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു 9-10 വർഷമായിട്ട് കാണുന്നുള്ളത്. അപ്പം ആ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് റൈറ്റ് വിങ്ങർ ഉള്ളിലെ കട്ടിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇറയോള വന്ന പാട് ആദ്യം പറഞ്ഞത് തന്നെ ഇതാണ്: സല റീപ്ലേസ്മെന്റ് അല്ല ഞങ്ങൾ നോക്കുന്നുള്ളത്, ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൈറ്റ് വിങ്ങറെയാണ് എന്നുള്ളതാണ്. സോ ആ ഒരു പ്രൊഫൈലിൽ, അതായത് സല എന്നുള്ള ഒരു പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ നേർ വിപരീതമാണ് ഇബ്രാഹിം എംബായെ എന്നുള്ളത്. റൈറ്റ് ഫൂട്ടഡ് ആണ്, റൈറ്റിൽ തന്നെ കളിച്ച് ശീലമുള്ളതാണ്. ആൻഡ് ഹി മേക്സ് മോർ ക്രോസസ് ആൻഡ് കട്ട് ബാക്സ് ദാൻ ഷൂട്ട് ഇൻ ടു ഗോൾ. അവന്റെ ഇതുവരെയുള്ള 18 വയസ്സും ഈ PSG കളിച്ച ഇതും കുറച്ച് കളികൾ ഞാൻ കണ്ടെടുത്തോളം, റിപ്പോർട്ട്സ് വായിച്ചെടുത്തോളം, അവന്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഡ്രിബിൾ ചെയ്ത് അകത്ത് കൊണ്ടുപോയിട്ട് ഹി മേക്സ് ദ കട്ട് ബാക്സ് ആൻഡ് ക്രോസസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഇസാക്ക് എന്നൊരു നമ്പർ 9 സ്ട്രൈക്കർ ഇവിടെ ഉണ്ടാവുമ്പോൾ വാട്ട് യു നീഡ് ഇസ് ഡെലിവറീസ്. എത്രത്തോളം അവരെ ഇസാക്കിന് ബോൾ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണെന്നുള്ളത്. സോ ആ ഒരു ആസ്പെക്റ്റിൽ ദിസ് ഇസ് വേർ അവർ റൈറ്റ് വിങ്ങർ ഈസ് എന്നുള്ളത്. ആ റൈറ്റ് ഫൂട്ടഡ് പ്ലെയർ ഹു ഇസ് സൂപ്പർ പേസി, പക്ഷെ പേസ് മാത്രം അല്ല അവനെ ഈ ഒരു പ്രായത്തിൽ വേറിട്ട് നിർത്തുന്നത് എന്നുള്ളതാണ് വായിച്ചെടുത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നമ്മള് വേൾഡ് കപ്പ് കണ്ടവർക്ക് അറിയാം, ഫ്രാൻസിന്റെ എതിരെ ഒരു 3-0 ഫ്രാൻസ് ലീഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ സബായിട്ട് വന്നു, ടിയോ ഹെർണാണ്ടസിനെ ഡ്രിബിൾ ചെയ്തു, ലെഫ്റ്റ് ഹിം ഓൺ ദ ഫ്ലോർ ആക്ച്വലി, ആൻഡ് ഹി ഹാഡ് സ്കോർഡ്. സോ ആ ഒരു കളിയിൽ തന്നെ, ആ ഒരു സബ് അപ്പിയറൻസിൽ തന്നെ പല സമയത്തായിട്ട് ബൈലൈനിലേക്ക് ഇങ്ങനെ ഓടിപ്പോവാൻ ഇവനെ കൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് ഉള്ളിലേക്ക് കട്ടിൻ ചെയ്യുന്നുമുണ്ട്. സല ചെയ്യുന്ന അത്രയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് പ്രോബബ്ലി ഇവിടെ വന്നാൽ സക്സസ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആസ് വിത്ത് എനി സൈനിങ്സ്. ഇനി വേറൊരു ന്യൂസ് ഉള്ളത്, നമ്മളിപ്പം എംബായെ റൈറ്റ് വിങ്ങർ ലിവർപൂൾ എന്ന് പറഞ്ഞത്
അതേ സ്വരത്തിൽ തന്നെ, അതായത് ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചർ ആണ് റൈറ്റ് വിങ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് വിങ്ങിന്റെ പാസ്റ്റ്, സലാ ഹാസ് ഫൈനലി ഫൈൻഡ് എ ക്ലബ്. ഇത്രയും ലേറ്റ് ആവും എന്ന് വിചാരിച്ചില്ല, പക്ഷെ ഫൈനലി എനിവേസ് സലാ ഹാസ് അറൈവ്ഡ് ഇൻ ടർക്കി. ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ടർക്കിയിലെത്തി. ഇപ്പം ഇന്ന് സൈൻ ചെയ്യും. ഹീസ് ദ സലാസ് ന്യൂ ക്ലബ് ട്രാബ്സോൺസ്പോർ ആണ്. ടർക്കിയിൽ കഴിഞ്ഞ സീസണിൽ തേർഡ് ഫിനിഷ് ആയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേർഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു സല ഫാൻ എന്ന രീതിയിൽ ഇറ്റ് ഈസ് എ ബിറ്റ് ഹേർട്ടിങ്. ഞാൻ വിചാരിച്ചില്ല സല ഒരു യൂറോപ്പ ക്ലബിലേക്ക് പോകും എന്നുള്ളത്, എക്സ്പെഷ്യലി ടർക്കി പോലത്തെ. ഓക്കെ, ബുണ്ടസ് ലീഗ അല്ലെങ്കിൽ ഒരു സിറിയ ലാലീഗയിൽ പോയിട്ടാണ് യൂറോപ്പ കളിക്കുന്നതെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ ടർക്കിയിൽ പോയിട്ട് യൂറോപ്പ ലീഗ് കളിക്കുന്ന ഒരു സല, അറിയില്ല, ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഞാൻ ചാമ്പ്യൻസ് ലീഗിൽ സലയുടെ ഒരു സീസൺ കൂടി കാണാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. അതിൽ ചെറിയ സങ്കടമുണ്ട്. ബട്ട് ഹിസ് കരിയർ, ഹിസ് ഡിസിഷൻ. ട്രാബ്സോൺസ്പോറിനെ സംബന്ധിച്ചോളം ഒരു മാസീവ് ബൂസ്റ്റ് ആണ്. എ പ്ലെയർ ഹു ഹാസ് വൺ എവറിത്തിങ്, എ പ്ലെയർ ഹു ക്യാൻ ലീഡ് ഫ്രം ദ ഫ്രണ്ട്. സല എന്നുള്ള ഒരു വ്യക്തിത്വം തന്നെ അവർക്ക് ഒരു ഹയർ ബൂസ്റ്റ് ആയിരിക്കും. സോ മേ ബി അവർക്ക് ഇനി ഈ തേർഡ് എത്തി, ഇനി മേ ബി ലീഗ് ടൈറ്റിൽ അടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കാം. എനിവേസ്, സല ടു ടർക്കി. ഇനിയിപ്പം ഫോളോ ചെയ്യാൻ ഒരു ക്ലബും കൂടിയായി. അവരെ സ്കോർ നോക്കാനും അവരെ ഗെയിംസ് എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കാനും ഒരു പുതിയ ക്ലബും കൂടി നമ്മൾക്ക്. ആൻഡ് രണ്ട് ട്രാൻസ്ഫർ ന്യൂസും ഇതെന്നല്ല, ഒരുവിധം എല്ലാ ബ്ലോക്ക് ബസ്റ്റർ ട്രാൻസ്ഫർ ന്യൂസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും TRP റെഡ് അലേർട്ടിലൂടെ വരുന്നതാണ്.